ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ഓണം റെസിപ്പീസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ഓണം റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഓണത്തിൻ്റെ സദ്യയിലെ പ്രധാന വിഭവമായ ഒരു ഇഞ്ചിപ്പുളിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് അതിൽ നല്ല വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ തുടങ്ങാം. കറിക്ക് ആവശ്യമായ ഇഞ്ചി ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഇഞ്ചിയാണ്. കറിക്കായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയാണ്. ഇനി പുളിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് തിരുമ്പി പിഴിഞ്ഞിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം 3.5 കപ്പ് വെള്ളമാണ് ഞാൻ ഈ പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചി കാണുന്ന പോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ചോപ്പറിൽ വെച്ചിട്ടാണ് ചോപ്പ് ചെയ്തത്. ഇഞ്ചി തീരെ പൊടിയായിട്ടൊന്നും ചോപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് എണ്ണയിലിട്ട് വറുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് പതുക്കി പൊടിച്ചെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. വറുത്തിട്ട് പൊടിച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് കറി കൂടുതൽ ടേസ്റ്റ്. ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ എപ്പോഴും ഇത്തിരി കൂടുതൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഞാനിവിടെ ഒരു 3/4 കപ്പ് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ ഇഞ്ചി വറുത്തെടുക്കുന്നത്. ഇതുപോലെ നല്ലപോലെ വെളിച്ചെണ്ണ തന്നെ ഇട്ട് ഇഞ്ചി വറുത്തെടുത്താൽ മാത്രമേ ഇഞ്ചിയുടെ പച്ചച്ചുവയെല്ലാം മാറി ഇഞ്ചി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചി ഇതുപോലെ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്താൽ മാത്രമേ കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എത്ര ദിവസം വേണമെങ്കിലും ഇത് പുറത്ത് കേടാകാതെയൊക്കെ ഇരുന്നോളും. കറക്റ്റ് പാകത്തിന് വറുത്തെടുക്കണം. കൂടുതൽ കരിഞ്ഞ് പോകാൻ പാടില്ല. ഇഞ്ചി ഇപ്പോൾ നല്ല പാകത്തിന് മൂത്ത് പച്ചമണമെല്ലാം മാറി ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇഞ്ചിപ്പുളി നമുക്ക് പല രീതിയിലും ചെയ്യാം. ഇത് പൊടിച്ചെടുക്കാതെ നേരെ തന്നെ കറിയിലേക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ നമ്മളിങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോഴത്തേക്കും അത് കൂടുതൽ ടേസ്റ്റാണ്. ഇപ്പോൾ ഇഞ്ചി വറുത്തതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇഞ്ചി വറുത്തെടുത്ത എണ്ണയിലേക്ക് ഒരു 10 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ പച്ചമുളക് പാകത്തിന് മൂത്ത് ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ പിശുക്കെല്ലാം മാറ്റി കളയണം. നമ്മളിവിടെ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയിലേക്ക് 3.5 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞാണ് പുളിവെള്ളം എടുത്തിരിക്കുന്നത്. ഇനി പുളിവെള്ളത്തിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാനിവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മധുരമെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി പാൻ സ്റ്റവിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഈ പുളിവെള്ളം ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നത് വരെ കുറച്ച് സമയം നമുക്ക് കുക്ക് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാം. പുളിവെള്ളം കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ കൂടുതൽ വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി 2-3 പ്രാവശ്യം. നിങ്ങൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് വറുത്തെടുത്തിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം നന്നായിട്ട് അടിച്ചെടുക്കണം. ഞാനിവിടെ നല്ല ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ടാണ് 2 പ്രാവശ്യം കറക്കിയെടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പുളിവെള്ളം ഈ കാണുന്ന പോലെ ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇഞ്ചി കാണുന്ന പോലെ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇഞ്ചി ചേർത്ത് ഒരു 10 മിനിറ്റ് വീണ്ടും നല്ലതുപോലെ തിളപ്പിക്കണം. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞ് ഈ പുളിവെള്ളത്തിൽ കിടന്ന് അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി നന്നായിട്ട് കുറുകി വരുന്നത് വരെ കുറച്ച് സമയം നമുക്ക് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇഞ്ചി ചേർത്തിട്ട് കറി കുറച്ച് കുറുകി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും മധുരവും എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ച് ശർക്കര കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ല നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഇഞ്ചി ചേർത്തിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് തിക്കാവുന്നവരെ നമുക്ക് കുക്ക് ചെയ്യണം. കുറച്ച് സമയം നമുക്ക് പാൻ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം. കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മുറിച്ച് വെച്ചിരിക്കുന്ന 2-3 ഉണക്കമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും മുളകും എല്ലാം മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കടുക് വറുത്തത് നമുക്ക് ഇഞ്ചിപ്പുളിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കായത്തിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൊതിയൂർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3-4 ദിവസമൊക്കെ നമുക്ക് പുറത്ത് കേടുകൂടാതെ ഇരിക്കും. കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല അടിപൊളി ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.